Realme Narzo 20 Proയിൽ കുറച്ച് ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ബോധ്യമായി. ഒന്ന്, ഇതൊരു അടിപൊളി ഗെയിമിംഗ് ഡിവൈസാണ്. രണ്ട്, ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് Realme 7 യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ഇതിനുള്ള കാരണങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് 80. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. ഇനി നമുക്ക് ഗെയിമിംഗ് റിവ്യൂലോട്ട് പോകാം. ഗെയിമിംഗ് റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ. ഈ ഗെയിമിംഗ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ രണ്ട് ഗെയിംസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒന്ന് കോൾ ഓഫ് ഡ്യൂട്ടിയും മറ്റേത് പെസ് 2020യുമാണ്. ഈ രണ്ട് ഗെയിമുകളും നമ്മൾ ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്ങിലാണ് കളിക്കാൻ പോകുന്നത്. അതായത് ഈ ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഗ്രാഫിക്സ് സെറ്റിങ്ങിൽ. ആദ്യമേ തന്നെ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് തുടങ്ങാം. ഗെയിമിംഗ് സെഷൻ തുടങ്ങുന്നതിന് മുന്നേ റെഗുലർ യൂസിലായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയല്ലായിരുന്നു. റെഗുലർ യൂസിന് ശേഷം ആണ് നമ്മൾ ഈ ഫോൺ ഗെയിമിങ്ങിനെടുത്ത്. ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഒരു ആവറേജ് ടെമ്പറേച്ചർ. വേരി ചെയ്തുകൊണ്ടിരുന്നു, ചിലടത്ത് വളരെ കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു റൗണ്ട് 32 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആവറേജ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പിനെ കുറിച്ച് പറയാം. G90T എന്ന ചിപ്പിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ മൊത്തമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് GPUവിലാണ്. GPUവിനൊരു ചെറിയ ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 900 MHz അത് വർക്ക് ചെയ്യുന്നത്. മാലി G76MC4 എന്ന GPU ആണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്. 4 കോറുകളുള്ളൊരു GPU ആണ്. ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ്, അതായത് G95ൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 നാനോമീറ്ററിൽ തന്നെയാണ് ഇപ്പോഴും ഇത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് A76 ആർക്കിടെക്ചറുള്ള 2 കോറുകളും A55 ആർക്കിടെക്ചറിലുള്ള 6 കോറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2.05 GHz ആണ്. 2.0 GHz ആണ് മിനിമം ക്ലോക്ക് സ്പീഡ്. അത് അത്ര വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആർക്കിടെക്ചറിലാണ് കാര്യം. A76 ആണ് ബിഗ് കോർസ്. സോ അതിനകത്ത് ഒരു ഇംപ്രൂവ്ഡ് ആർക്കിടെക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോർട്ടെക്സ് A76 ആർക്കിടെക്ചറാണ് കോർട്ടെക്സ് A55നേക്കാളും ബെറ്റർ. സയൻറ്റിഫിക് ജാർഗൺസ് എല്ലാം അവിടെ നിർത്താം. നമുക്കിനി ആക്ച്വൽ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. Narzo 20 Pro അടിപൊളിയായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് Realme 7ൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആയിരുന്നു. ബാക്കി കാര്യങ്ങളിലൊക്കെ, അതായത് ഗ്രാഫിക്സ് ക്വാളിറ്റിയുടെയും അതുപോലെ തന്നെ ഗെയിം പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ കൺസേൺസ് ഇല്ലായിരുന്നു. പക്ഷേ Realme 7 ഒരു സൂപ്പർ ഹീറ്റിംഗ് മെഷീനായിരുന്നു. അടിപൊളിയായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവർക്കും ഇല്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന യൂണിറ്റിന് അങ്ങനെ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. മറ്റ് ചില സബ്സ്ക്രൈബേഴ്സും സിമിലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞു. എന്നാൽ വേറെ ചിലർക്ക് അത്ര ഹീറ്റിംഗ് ഇല്ലായിരുന്നു. ഇവിടെ Narzo 20 Proയുടെ കാര്യത്തിൽ ഒരു സ്റ്റേബിൾ പെർഫോമൻസ് ഓവറോൾ ഉണ്ടായിരുന്നു. Narzo 20 Proയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം മാക്സിമം സ്ട്രെസ് ഇട്ടിട്ടാണ് ഈ ഗെയിം പ്ലേ കൊണ്ടുപോയത്. യൂഷ്വലി ഞങ്ങൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഒരു ഗെയിം പ്ലേ നടത്താറ്. പക്ഷേ ഇപ്രാവശ്യം അത് സെല്ലുലാർ ഡേറ്റയാക്കി. രണ്ടാമത്തെ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഹൈ ഫ്രെയിം റേറ്റ് ഹൈ ഗ്രാഫിക്സിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ ഈസിയല്ല. ഇനി നിങ്ങൾ ചില ആളുകൾ ഗെയിം പ്ലേസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിന് സമാനമായിട്ടുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ കൂടെയാണ് ഈ ഗെയിം പ്ലേയിൽ ഈ ഡിവൈസ് പോയത്. അപ്പോൾ പോലും ഇത് ഹീറ്റ് മാനേജ് ചെയ്താണ് ഞങ്ങൾ ഒത്തിരി ഇമ്പ്രസ് ചെയ്തത്. 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും പൊതുവേ ഒരു ഹീറ്റിംഗ് ഉള്ള ഡിവൈസ്, അതായത് തെർമൽ മാനേജ്മെൻറ്റ് മോശമായിട്ടുള്ള ഡിവൈസ് ഹീറ്റപ്പ് ആവാൻ തുടങ്ങും. പക്ഷേ ഇവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ലെവൽസ് ആയിരുന്നു. അത് ഞങ്ങൾ ശരിക്കും ഇമ്പ്രസ് ചെയ്തു. അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഞാൻ കൂടുതൽ പറയാം. ഇത് Realme 7 യൂസേഴ്സിന് എങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Realme 7ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലെന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ ആ ഫോൺ ഇറങ്ങി ഏകദേശം ഒരു മാസം കഴിയാൻ പോകുന്നു. ഇപ്പോൾ Narzo 20 Pro ഇറങ്ങിയപ്പോഴേക്കും ഇത്രയും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഒപ്റ്റിമൈസേഷൻസ് വഴിയോ Realme 7ലും സിമിലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ Realme 7ലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിം പ്ലേ, അതായത് ഓവറായിട്ട് ഹീറ്റപ്പ് ആവാത്ത ഒരു ഗെയിം പ്ലേ Realme 7 യൂസേഴ്സിന് ആസ്വദിക്കാൻ പറ്റും. എസ്പെഷ്യലി സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്. ഇനി Realme Narzo 20 Proയിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഒന്നാമത്തേത്, എന്തെങ്കിലും ലാഗോ സ്റ്റട്ടറോ ഉണ്ടായിരുന്നോ? ഇല്ല. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഫ്രെയിം ഡ്രോപ്പുകളൊന്നുമില്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ Realme Narzo 20 Pro കാഴ്ചവെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സംഗതി, ഇത് ഈ ഒരു ബഡ്ജറ്റിൽ ന്യായമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണോ? തീർച്ചയായിട്ടും. 15,000 ബഡ്ജറ്റിൽ റിയൽമിയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗെയിം പ്ലേക്ക് ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. 720Gനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണോ? എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. തെർമൽ മാനേജ്മെൻറ്റ് നന്നായിട്ടുണ്ട്. എന്നിരുന്നാലും ഗ്രാഫിക്സ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു അപ്പ് ഹാൻഡ്. ഇനിയിപ്പോൾ പബ്ജിയൊക്കെ തിരിച്ചെന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ 720Gക്ക് ഉണ്ടായിരിക്കും. കാരണം അഡ്രീനോ GPUs അല്പം കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ
ഈ ഒരു ബഡ്ജറ്റിൽ റിയൽമിയിൽ നിന്നാണ് ഒരു പ്രൊഡക്റ്റ് നോക്കുന്നതെങ്കിൽ നാർസോ വേണോ റിയൽമി 7 വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നാർസോ പറയും. നാർസോ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ബെറ്റർ ചാർജിങ് കപ്പാസിറ്റിയാണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഏകദേശം 45 മിനിറ്റ് കൊണ്ട് അതായത് അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് 100% എത്താൻ പറ്റും. അതിൻ്റെ ഒരു ടെസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ വന്നിരിക്കുന്ന കാർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് എത്താൻ പറ്റും. ഏകദേശം 26 മിനിറ്റോളം ഞങ്ങൾ ഗെയിം പ്ലേ കൊണ്ടുപോയി. ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് മോഡ് ടെസ്റ്റ്, മൂവ്മെൻറ്റ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ QPC ടെസ്റ്റ് എല്ലാം ചെയ്തു. എല്ലാത്തിലും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് നൽകിയിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോഴെല്ലാം ഗെയിം പ്ലേ നിങ്ങൾ കണ്ടതാണ്. ആ വിഷ്വൽസിൽ എന്തെങ്കിലും ലാഗോ പ്രശ്നങ്ങളോ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ തെർമൽ മാനേജ്മെൻറ്റ്? ഹീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുണ്ടായിരുന്നു, ഒത്തിരി ഇല്ലായിരുന്നു. അതൊക്കെ നമുക്ക് സഹിക്കാവുന്നൊരു റേഞ്ചാണ്. റിയൽമി 7 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റിംഗ് ആയിരുന്നു. ഇവിടെ മാക്സിമം ഞാൻ നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 40.4 ആയിരുന്നു. 40 ഡിഗ്രി എന്ന് പറയുന്നത് ഒത്തിരി വലിയൊരു നമ്പറല്ല. കാരണം ചില ഡിവൈസുകൾ 43 to 45 വരെ ഹീറ്റ് ആവാറുണ്ട്. റിയൽമി ഏകദേശം 43 അടുത്ത് ഹീറ്റ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇത് നിർത്തിയാൽ മതി എന്ന് തോന്നുന്നൊരു സാഹചര്യം എത്തിയായിരുന്നു. പിന്നെ റിയൽമി 7 വലിയൊരു പ്രശ്നമായിരുന്നു സ്ക്രീൻ ഹീറ്റ് ആവുന്നത്. ഇവിടെ ആ ഒരു ഇഷ്യൂ ഇല്ല. ഏകദേശം 26-27 മിനിറ്റ് ഗെയിം പ്ലേ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു 10% അടുത്ത് മാത്രമാണ് ബാറ്ററി ഡ്രെയിൻ ഉണ്ടായിരുന്നത്. 4500 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് അതൊരു സാറ്റിസ്ഫാക്ടറി നമ്പറാണ്. അല്പം കൂടെ വേണേൽ കൺസർവ് ചെയ്യായിരുന്നു. ബട്ട് ഈ സ്ക്രീൻ റെക്കോർഡറും അതും ഇതും എല്ലാം കൂടെ ഓൺ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇത്രയും നമ്മൾ ഒരു ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇനി പെസിൻ്റെ കാര്യത്തിലും നല്ലൊരു ഗെയിം പ്ലേ തന്നെയായിരുന്നു റിയൽമി നാർസോ 20 Pro നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തത്. ഒരിക്കലും എന്തെങ്കിലും കുറവായിട്ട് എന്ന് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ ഗെയിം പ്ലേ കൊണ്ടുപോയത് മാക്സിമം ഫ്രെയിം റേറ്റിലാണ്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിലാണ്. 60 FPS ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സിലുമാണ് പെസ് കൊണ്ടുപോയത്. പെസ്സിലുള്ള ഗെയിം പ്ലേയും വളരെ ഡീസൻ്റ് ആയിരുന്നു. എന്തെങ്കിലും മോശമായിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു സിറ്റുവേഷൻസിലോട്ട് പോയി എത്തിയിട്ടില്ല. ഇനി പെസ് കളിക്കുമ്പോൾ മറ്റൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആണെങ്കിലും അത്ര ഹീറ്റിംഗ് ഉണ്ടാകുന്നുള്ളത് മാത്രമല്ല ഓവറോൾ ഗെയിം പ്ലേ സ്മൂത്താണ്. കോൾ ഓഫ് ഡ്യൂട്ടികൾ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പെസിൻ്റെ കാര്യത്തിൽ ആ ഒരു സംഗതിയില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേയും 6 മിനിറ്റ് എടുത്ത് വിശദീകരിച്ച് തരുന്നില്ല. ഓവറോൾ നന്നായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തെ ഞാൻ വിലമതിക്കുന്നു. ഇനിയും വീഡിയോ ലെങ്ത് വലിച്ച് നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. ചുമ്മാ എനിക്ക് കുറച്ച് റവന്യൂ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. 12 മിനിറ്റും 14 മിനിറ്റൊക്കെ ഗെയിം പ്ലേ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. സോ ഇത്രയൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. പെസിൻ്റെ കാര്യത്തിലും വലിയ ഹീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, എല്ലാം കൺട്രോൾഡ് ആയിരുന്നു. ഏകദേശം 8% ബാറ്ററി മാത്രമേ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര നേരം ഒരു നിയർലി ഹാഫ് അവേഴ്സ് ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓവറോൾ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും അതിനൊരു റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.